അമേരിക്കയിലുള്ള പ്രവാസി ഇന്ത്യക്കാർക്കും മലയാളി കുടുംബങ്ങൾക്കും ഒരുപോലെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന നിർണായകരമായ ഇമിഗ്രേഷൻ കോടതി വിധി വന്നിരിക്കുകയാണ്. DC ഫെഡറൽ അപ്പീൽ കോടതി പുറപ്പെടുവിച്ച ഏറ്റവും പുതിയ ഉത്തരവ് പ്രകാരം ഇമിഗ്രേഷൻ ജഡ്ജിയുടെ വിചാരണ പോലുമില്ലാതെ വിദേശികളെ വേഗത്തിൽ നാടുകടത്താനുള്ള ഭരണകൂടത്തിന്റെ നീക്കത്തിന് പൂർണ്ണ നിയമസാധുത ലഭിച്ചിരിക്കുന്നു. അതിർത്തി പരിശോധനകളിൽ മാത്രം പരിമിതപ്പെടുത്തിയിരുന്ന എക്സ്പെഡിറ്റഡ് റിമൂവൽ നിയമം ഇനി മുതൽ അമേരിക്കക്കാരുടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ഇമിഗ്രേഷൻ ഏജൻസിയായ ICAയ്ക്ക് പൂർണ്ണ അധികാരം ലഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ പൂർണ്ണമായ നിയമവശങ്ങളും അമേരിക്കയിലുള്ള മലയാളി പ്രവാസികളെയും കുടുംബങ്ങളെയും ഇത് ഏതൊക്കെ രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത് എന്നും മുൻകരുതലായി നമ്മൾ അടിയന്തരമായി കൈക്കൊള്ളേണ്ട രേഖകളും നടപടികളും എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. DC സർക്യൂട്ട് കോർട്ട് ഓഫ് അപ്പീൽ പുറപ്പെടുവിച്ച 2-1 ഭൂരിപക്ഷ വിധിയിലൂടെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിക്കും ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിനും അതിശക്തമായ അധികാരം ലഭിച്ചിരിക്കുന്നത്. മുൻപ് അമേരിക്കൻ അതിർത്തി കടന്ന് 100 മൈൽ ചുറ്റളവിൽ വരുന്ന 14 ദിവസത്തിനുള്ളിൽ പിടിയിലാകുന്ന വ്യക്തികൾക്ക് മാത്രമായിരുന്നു ഇമിഗ്രേഷൻ ജഡ്ജിയുടെ വാദം കേൾക്കലില്ലാതെ നേരിട്ട് നാടുകടത്തുന്ന എക്സ്പെഡിറ്റഡ് റിമൂവൽ ബാധകമായിരിക്കുന്നത്. എന്നാൽ പുതിയ അപ്പീൽ കോടതി വിധിയോടെ അമേരിക്കയുടെ ഏത് കോണിൽ ജീവിക്കുന്ന ആളാണെങ്കിലും നിയമപരമായ രേഖകളില്ലാതെ കഴിയുന്നവരെ കോടതി വിചാരണയില്ലാതെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്കയിൽ നിന്നും നേരിട്ട് നാടുകടത്താൻ ഫെഡറൽ ഏജന്റുമാർക്ക് സാധിക്കും. മുൻപ് താഴ്ന്ന കോടതികൾ ഈ ഉത്തരവ് തടഞ്ഞു വെച്ചിരുന്നുവെങ്കിലും ഭരണകൂടത്തിന്റെ ഹർജി അംഗീകരിച്ചുകൊണ്ട് അപ്പീൽ കോടതി ആ സ്റ്റേ നീക്കം ചെയ്യുകയായിരുന്നു. ഈ വിധിയിൽ ഏറ്റവും സുപ്രധാനമായി മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു സാങ്കേതിക നിയമമുണ്ട്. അത് 2 ഇയർ കണ്ടിന്യൂസ് പ്രസൻസ് റൂൾ അഥവാ 2 വർഷത്തെ തുടർച്ചയായ താമസ നിബന്ധനയാണ്. പുതിയ നിയമപ്രകാരം നിങ്ങൾ കഴിഞ്ഞ 2 വർഷമായി അമേരിക്കയിൽ തുടർച്ചയായി ജീവിച്ചു പോകുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ മേൽ ഈ ഫാസ്റ്റ് ട്രാക്ക് നാടുകടത്തൽ നേരിട്ട് ചുമത്താൻ സാധിക്കില്ല. അവർക്ക് സാധാരണ രീതിയിലുള്ള ഇമിഗ്രേഷൻ കോടതി നടപടികൾക്കും ജഡ്ജിയെ കാണാനും അവകാശമുണ്ടായിരിക്കും. എന്നാൽ ഇതിലെ ഏറ്റവും അപകടകരമായ വശം എന്തെന്നാൽ നിങ്ങൾ 2 വർഷമായി അമേരിക്കയിലുണ്ട് എന്ന് തെളിയിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം വ്യക്തികൾക്ക് മാത്രമായിരിക്കും എന്നതാണ്. നിങ്ങൾക്ക് ആ സംരക്ഷണം ഉണ്ടെന്ന കാര്യം പരിശോധിക്കാൻ പരിശോധനയ്ക്കെത്തുന്ന ICA ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയില്ലെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ നിങ്ങളോട് നിങ്ങൾ എത്ര കാലമായി ഇവിടെയുണ്ട് എന്ന് ചോദിക്കുക പോലും ഇല്ല. നിങ്ങൾ സ്വയം ആ അവകാശം ഉന്നയിക്കുകയും അതിനുള്ള കൃത്യമായ തെളിവുകൾ ആ നിമിഷം തന്നെ ഹാജരാക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് എക്സ്പെഡിറ്റഡ് റിമൂവൽ പ്രോസസ്സിംഗിലേക്ക് മാറ്റി ഏതാനും മണിക്കൂറുകൾക്കോ ദിവസങ്ങൾക്കോ ഉള്ളിൽ നാടുകടത്താൻ നിയമപരമായ വഴി തെളിയിക്കുകയാണ്. ഇത് ഇന്ത്യക്കാരെയും മലയാളികളെയും എങ്ങനെ ബാധിക്കുമെന്നത് വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. അടുത്ത കാലത്തായി ഡങ്കി റൂട്ട് വഴിയോ മറ്റ് അനധികൃത മാർഗങ്ങളിലൂടെയോ അമേരിക്കയിൽ എത്തിയവർ, അതോടൊപ്പം തന്നെ അസൈലം സമർപ്പിച്ച് അന്തിമ തീരുമാനം കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് പ്രവാസികൾ എന്നിവർ വലിയ ഭീഷണിയിലാണ്. 2 വർഷത്തിൽ താഴെ മാത്രം അമേരിക്കയിൽ പഴക്കമുള്ളവർക്ക് കോടതി മുൻപാകെ വാഗ്ദാനങ്ങൾ നിരത്താൻ അവസരം ലഭിക്കാതെ തന്നെ നാടുകടത്തപ്പെടാൻ ഇത് വഴിവെക്കും. കൂടാതെ വിസ കാലാവധി കഴിഞ്ഞും അമേരിക്കയിൽ താമസിക്കുന്നവർ, അതായത് വിസിറ്റർ വിസയിലോ F1 സ്റ്റുഡന്റ് വിസയിലോ H1B വിസയിലോ വന്ന് കാലാവധി കഴിഞ്ഞ ശേഷം ലീഗൽ സ്റ്റേറ്റസ് നഷ്ടപ്പെട്ടവർ ഇതിന്റെ പരിധിയിൽ വരാൻ സാധ്യത ഏറെയാണ്. നിങ്ങൾ 2 വർഷത്തിൽ കൂടുതലായി അമേരിക്കയിൽ ഉള്ള ആളാണെങ്കിൽ പോലും പരിശോധനാ വേളയിൽ കൈവശം രേഖകളില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടാനും സാങ്കേതികമായി ഫാസ്റ്റ് ട്രാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും സാധ്യതയുണ്ട്. പിന്നീട് നിയമസഹായം ലഭിക്കുന്നതിന് മുൻപ് തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോയേക്കാം. ഈ സാഹചര്യത്തിൽ അമേരിക്കയിലുള്ള ഓരോ മലയാളി പ്രവാസി കുടുംബങ്ങളും കൈക്കൊള്ളേണ്ട അടിയന്തര മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, നിങ്ങൾ 2 വർഷത്തിൽ കൂടുതലായി അമേരിക്കയിൽ തുടർച്ചയായി താമസിക്കുന്ന ആളാണെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകൾ ഉദ്യോഗസ്ഥർ ചോദിച്ചാൽ കാണിക്കാൻ പാകത്തിന് തയ്യാറാക്കി വെക്കുക. അടുത്തത്, ടാക്സ് റിട്ടേണുകൾ, വീടിന്റെ ലീസ് എഗ്രിമെന്റുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, യൂട്ടിലിറ്റി ബില്ലുകൾ, മെഡിക്കൽ റെക്കോർഡുകൾ, പേ സ്ലിപ്പുകൾ ഇതിനായി ഉപയോഗിക്കാം. ഈ രേഖയുടെ ഡിജിറ്റൽ കോപ്പികൾ ഫോണിൽ കരുതുന്നതിനോടൊപ്പം പേപ്പർ കോപ്പികൾ വീട്ടിലും വിശ്വസ്തരായ ബന്ധുക്കളുടെയോ അഭിഭാഷകന്റെയോ കയ്യിലും സൂക്ഷിക്കുക. രണ്ടാമത്തേതായി, ഏതെങ്കിലും സാഹചര്യത്തിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്താൽ നിങ്ങൾ 2 വർഷത്തിൽ കൂടുതലായി അമേരിക്കയിൽ ഉണ്ടെന്ന കാര്യം വ്യക്തമായി പറയുകയും അതിനുള്ള തെളിവുകൾ നിങ്ങളുടെ കൈവശമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്യുക. അതിനായി മടിക്കരുത്, കാരണം ഉദ്യോഗസ്ഥർ അത് നിങ്ങളോട് സ്വയമേ ചോദിക്കണമെന്നില്ല. മൂന്നാമതായി, അസൈലം ഹിയറിംഗിനായി കാത്തിരിക്കുന്നവരും വിസ സ്റ്റേറ്റസ് മാറ്റത്തിനായി അപേക്ഷ നൽകിയിട്ടുള്ളവരും തങ്ങളുടെ ഇമിഗ്രേഷൻ ആപ്ലിക്കേഷൻ റെസിപ്റ്റ് നോട്ടീസുകൾ എപ്പോഴും കൈവശം കരുതുക. നിങ്ങളുടെ കേസ് പ്രോസസ്സിംഗിലാണെന്നതിന്റെ പ്രാഥമിക തെളിവാണിത്. നാലാമതായി, ഒരു അനുഭവസമ്പന്നനായ ഇമിഗ്രേഷൻ അറ്റോർണിയുടെ ഫോൺ നമ്പറും വിവരങ്ങളും കൈവശം വെക്കുക. ഇമിഗ്രേഷൻ പരിശോധന ഉണ്ടാകുന്ന പക്ഷം അഭിഭാഷകനുമായി ബന്ധപ്പെടാനുള്ള അവകാശം ഉപയോഗിക്കുക. അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമങ്ങളിലെ ഇത്തരം മാറ്റങ്ങൾ
വളരെ പെട്ടെന്നാണ് പ്രാബല്യത്തിൽ വരുന്നത് എന്നതിനാൽ അനാവശ്യ ഭീതി ഒഴിവാക്കി ആവശ്യമായ നിയമപരമായ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് പ്രവാസികൾ ചെയ്യേണ്ടത്. ഔദ്യോഗിക വിവരങ്ങൾക്കായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ അല്ലെങ്കിൽ USCISന്റെ വെബ്സൈറ്റുകൾ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കൂടുതൽ US വാർത്തകൾ തത്സമയം അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.